ലെബനാനുമായുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചു. ഏറെക്കുറെ 3 ദിവസത്തോളം കരാറുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് പാശ്ചാത്യ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് അക്രമം ഉണ്ടായി, ലെബനാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഏറെക്കുറെ ആ കരാർ ലംഘിക്കപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അവർ പറയുന്ന കാര്യം, യുദ്ധത്തോടനുബന്ധിച്ച് ലെബനാൻ വിട്ടുപോയിരിക്കുന്ന അഭയാർത്ഥികൾ തിരിച്ചു വരുന്നതിനിടയിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ആളുകൾ ഉണ്ടായിരുന്നു എന്നും അങ്ങനെയാണ് ആ മേഖല അല്ലെങ്കിൽ അത്തരം സംഘത്തിന് നേരെ തങ്ങൾ അക്രമം നടത്തിയത് എന്നാണ് അവർ പറയുന്ന കാര്യം. എന്നാൽ ലെബനാന്റെ ഭാഗത്തുനിന്ന് വരുന്ന വിവരം, പറയപ്പെട്ട കരാർ വ്യവസ്ഥ അങ്ങനെ തന്നെ പാലിക്കപ്പെടുകയും അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശത്തു നിന്ന് ഹിസ്ബുള്ള പിന്നോക്കം പോവുകയും ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥരും അതോടൊപ്പം തന്നെ ലെബനാന്റെ പ്രത്യേകപരമായിരിക്കുന്ന സമാധാന സേനയും ഈ ഏരിയകളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഇസ്രായേൽ പറയുന്ന കാര്യം കള്ളത്തരമാണ്, അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ ഭാഗങ്ങളൊന്നും കൃത്യമായ രീതിയിൽ പറയപ്പെട്ടിട്ടില്ലെങ്കിലും അതിന്റെ സൂചനകൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന്റെ കരാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ പാലിക്കപ്പെടുന്നതല്ല. കരാർ ലംഘിക്കുക എന്നുള്ളത് അവരുടെ കൂടപ്പിറപ്പാണ്. അവർ സ്ഥിരമായി അത് ചെയ്തു പോകുന്നതാണ്. മാത്രമല്ല, ഈ കരാർ വ്യവസ്ഥയിൽ കൃത്യമായിരിക്കുന്ന മധ്യസ്ഥർ ഇല്ലായിരുന്നു എന്നതും ഏകപക്ഷീയമായ രീതിയിൽ ഇസ്രായേലിന്റെ പാർലമെന്റിൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപനം നടത്തുക മാത്രമാണ് ചെയ്തത്. ഫ്രാൻസും അതോടൊപ്പം തന്നെ അമേരിക്കയും ലെബനാൻ ഇസ്രായേൽ കരാറുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ലെബനാനെ പ്രതിനിധീകരിച്ച് ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും ഈ ഫ്രാൻസ് ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും പുറത്തു പറഞ്ഞിട്ടില്ല. അത് രഹസ്യത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും കരാർ വ്യവസ്ഥ പ്രകാരം വലിയൊരു ആശ്വാസം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ആ ആശ്വാസം തകർന്നിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. തിരിച്ചടി ലെബനാന്റെ ഭാഗത്ത് ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇതിൽ പ്രത്യേകമായ രീതിയിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഇസ്രായേൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലെബനാന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് 75,000-ഓളം ജൂത വിഭാഗത്തെ അവിടെ നിന്ന് മധ്യ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിരുന്നു യുദ്ധത്തോടനുബന്ധിച്ച്. ഇവരെ തിരിച്ച് ആ മേഖലയിലേക്ക് തന്നെ താമസിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേൽ ഗവൺമെന്റ് അന്ന് ഈ വിഭാഗത്തിന് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ജൂത പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന കരാറായിരുന്നു, ഉറപ്പായിരുന്നു. അത് പാലിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏകദേശം 4 മാസം കഴിഞ്ഞു. അവരവിടെ താമസിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് ലെബനാൻ പറയുകയും ചെയ്തതോടുകൂടി പ്രതിസന്ധി മറ്റൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ കരാർ വ്യവസ്ഥ ലംഘിച്ചതോടുകൂടി പിന്നീടുള്ള വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ അകത്ത് കയറിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അകത്തേക്ക് വലിയ ആക്രമണം ലെബനാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ആക്രമണം എന്ന് പറയുന്നു, പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത് സംഭവം നടന്നിട്ടുണ്ട് എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കരാർ വ്യവസ്ഥ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്ന രീതിയാണ്. അങ്ങനെ ആകുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം ഇനി മുന്നോട്ട് ലെബനാന്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വലിയ പ്രതിസന്ധിയിലാണ്. കാര്യമെന്ന് പറയുന്നത്, ഹമാസ് ഇപ്പോൾ ഒരു ബന്ദിയുടെ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. അതോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും ഇസ്രായേൽ സർക്കാരിനെതിരെ, IDF സംവിധാനത്തിനെതിരെ, ഗവൺമെന്റിനെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സങ്കീർണമാകുന്നത്. അപ്പൊ ഇറാന്റെ അകത്ത് ഈ സിറിയയായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും ആ റിപ്പോർട്ടിനോടനുബന്ധിച്ച് പറയുന്ന കാര്യം, ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ കുഴപ്പവും വലിയ വിഷയങ്ങളും സിറിയയിൽ നടക്കുന്നു. ഈ നടക്കുന്നത് കുറച്ചൊരു ആശ്വാസം ഇസ്രായേലുണ്ട്. ഇസ്രായേൽ ഈ കാര്യത്തിൽ 2 അഭിപ്രായമാണ് സർക്കാർ തലത്തിൽ തന്നെ നിലനിൽക്കുന്നത് എന്നതാണ്. 2 അഭിപ്രായം എന്ന് പറയുന്നത്, ഒന്ന്, സിറിയയുടെ പ്രസിഡന്റിനെയും ഗവൺമെന്റിനെയും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. എന്നാൽ അവർക്കെതിരെ വിമതപക്ഷം മുന്നേറുന്ന സമയത്ത് വിമതപക്ഷത്തിന്റെ അടുത്ത് മാരകമായിരിക്കുന്ന ആയുധങ്ങൾ കിട്ടുമോ എന്നൊരു ഭയപ്പാട് ഇസ്രായേലിനുണ്ട്. എന്നാൽ ഇവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ നൽകുന്നത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്നാണ് എന്ന് സിറിയ ആരോപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയാണ് ഇതിലുള്ളത്. വലിയ ആയുധങ്ങൾ, ശക്തിയുള്ള ആയുധങ്ങൾ, അല്ലെങ്കിൽ ഇറാന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം വിമതപക്ഷത്തിന്റെ കൈവശത്തിൽ കിട്ടിയാൽ ഒരു പക്ഷേ അവർ തലതിരിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ തന്നെ ആക്രമിക്കുക എന്നൊരു ഭയപ്പാടുണ്ട്. കാര്യം അവിടെ പ്രത്യേകപരമായിരിക്കുന്ന സംഘങ്ങളും സംഘടനകളും ഇസ്രായേലിനെതിരെ വ്യാപകമായ രീതിയിൽ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നു എന്ന വിവരം ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ്.
അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ സിറിയ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം 5 പ്രാവശ്യമെങ്കിലും സിറിയക്ക് നേരെ സൈനികമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഒരു എയർപോർട്ടിന് കാര്യമായിരിക്കുന്ന കേടുപാടുകൾ സംഭവിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഈ സംഭവത്തെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടി ഒരു മീഡിയക്കാർക്കൊന്നും സാധിക്കാത്ത രീതിയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്തുണയോട് കൂടിയാണ് റിബലായിരിക്കുന്ന അല്ലെങ്കിൽ വിമതപക്ഷം സിറിയൻ ഗവൺമെന്റിനെതിരെ സമരം നടത്തുന്നത് എന്ന് ഒരു പക്ഷം പറഞ്ഞു വെക്കും. മറുപക്ഷം പറഞ്ഞു വെക്കുന്നത് നിലവിലെ സിറിയൻ ഗവൺമെന്റിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും വിമതപക്ഷത്തേക്കാൾ മെച്ചം അവരാണ് എന്ന് കരുതുന്നു. അപ്പൊ ആർക്കെതിരെയാണ്, ആർക്ക് അനുകൂലമായിട്ടാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയങ്ങൾ സിറിയയിൽ ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ മീഡിയക്കാർ 2 അഭിപ്രായം പറയുന്നു. പക്ഷേ ഇതിൽ നിന്ന് റഷ്യയും ഇറാനും മനസ്സിലാക്കുന്നത് തങ്ങൾക്ക് നേരെ ഭാവിയിൽ ഇറാന്റെ നിലവിലുള്ള ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടാൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരും എന്നതിനാൽ സിറിയ എന്ന് പറയുന്ന രാജ്യത്തെയും അവിടുത്തെ ഗവൺമെന്റിനെയും ബഷർ അൽ സദ് എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റിനെയും സംരക്ഷിക്കുക എന്നുള്ളത് ബാധ്യതയായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മുമ്പത്തെ ഈ 2016 കാലത്തൊക്കെ വലിയ രീതിയിൽ പ്രക്ഷോഭ സമരങ്ങളൊക്കെ അവിടെ നടന്നപ്പോഴും അതിനെ അടിച്ചൊതുക്കിയത് സിറിയന്റെ ആർമിയല്ല, പകരം റഷ്യയുടെയും ഇറാന്റെയും സംയുക്തമായിരിക്കുന്ന സൈനികരാണ് അവർക്കെതിരെ പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ട് അവരില്ലാതാക്കിയത്. സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലെബനാനും സിറിയയും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഈ 2 രാജ്യങ്ങളും എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ശത്രു രാജ്യവുമാണ്. 1960 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഒരിക്കലും യോജിക്കാത്ത 2 രാജ്യങ്ങളുടെ പേരാണ് ഒന്ന് സിറിയ, ഒന്ന് ലെബനാൻ. ഇവരാണ് യുദ്ധമുഖത്ത് അന്ന് സജീവമായിരുന്നത്. ജോർദാനും ഈജിപ്തും യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സാന്നിധ്യം വഹിച്ച രാജ്യമാണ്. ഈജിപ്താണ് ഈ 6 രാജ്യങ്ങൾക്കും നേതൃത്വപരമായിട്ട് പങ്കാളിത്തം വഹിച്ചത്. എന്നാൽ പിൽക്കാലത്ത് ഇസ്രായേലിന്റെ എംബസി ഈജിപ്തിൽ തുടങ്ങി അവർ തമ്മിൽ വലിയ നയതന്ത്ര ബന്ധമായി. ആ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇസ്രായേലിനും അമേരിക്കൻ ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്ന പോലും അഭിപ്രായമുണ്ട്. എന്നാൽ ഒരു തരത്തിലും ഇസ്രായേലുമായിട്ട് സഹകരിക്കാത്ത രാജ്യമാണ് ലെബനാനും സിറിയയും. അതിപ്പോഴും അങ്ങനെയാണ്. ജോർദാൻ ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കെടുത്ത രാജ്യമാണ്. പക്ഷേ അവർ തമ്മിലൊരു അന്തർധാരമുണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ വലിയ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാവാറില്ല. ഇതോടൊപ്പം തന്നെ 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അന്ന് 4 രാജ്യങ്ങൾക്ക് പിറകെ നിന്ന രാജ്യമാണ് ഇറാനും ഇറാഖും. അതിൽ ജോർദാൻ, സിറിയ, ലെബനാൻ, ഈജിപ്ത്, ഈ 4 രാജ്യങ്ങൾ. അതിന് പിറകിൽ ഇവരെ സഹായിച്ച രാജ്യമാണ് ഇറാനും ഇറാഖും. അവർക്ക് വലിയ രീതിയിൽ സൈനിക നഷ്ടം ഉണ്ടായിട്ടില്ല, വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല, ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല. ഭൂമി നഷ്ടപ്പെടാൻ 2 രാജ്യവും ഇസ്രായേലിന്റെ അതിർത്തി പങ്കെടുത്ത രാജ്യമല്ല എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ ഭൂമി നഷ്ടപ്പെടാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ന് സ്ഥിതി മാറി. ഇന്ന് 2023 ഹമാസിന്റെ ആക്രമണത്തോടനുബന്ധിച്ച് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം ഇസ്രായേലിനെതിരെ നയിക്കുന്നത് ഇറാനാണ്. ആ ഇറാന്റെ പങ്കാളിത്തം ഒരു വർഷമായിട്ട് തുടരുകയാണ്. ഇറാനെയോ ഇറാൻ പിന്തുണക്കുന്ന പ്രോക്സി വിഭാഗത്തെയോ പ്രതിരോധിക്കാൻ ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല. അങ്ങനെ പോയിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം അല്ലെങ്കിൽ യുദ്ധം ലെബനാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ വരുന്നു. വലിയ രീതിയിലുള്ള പിന്തുണ ലെബനാന് നൽകുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. അങ്ങനെ വെടിനിർത്തൽ ആ രീതിയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യങ്ങൾ ഒന്നായിരിക്കുന്ന ആ രാജ്യം മാറി എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിച്ച സംഭവം. ഏകപക്ഷീയമായിരുന്ന ഒരു വെടിനിർത്തലാണ് ഇസ്രായേലിന്റെ പാർലമെന്റ് കൂടിയിട്ട് പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഒരിക്കലും അവരുടെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വിശ്വാസമല്ല, അതിൽ ചതിയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. കരാർ വ്യവസ്ഥയിൽ മധ്യസ്ഥരില്ലാത്ത രീതിയിലുള്ള കരാർ എന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അതിന്റെ യഥാർത്ഥത്തിൽ തനി പകർപ്പാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഈ ലെബനാനെ ആക്രമിക്കുന്നു, കരാർ വ്യവസ്ഥ ലംഘിക്കുന്നു. അവര് ആ ഭാഗത്തൊക്കെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നു. അതിനെതിരെ ഈ വിഭാഗത്ത് നിന്ന് ഈ ലെബനാന്റെ ഭാഗത്ത് തിരിച്ചാക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ പഴയ പടിയിലേക്ക് ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇസ്രായേൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. അവസാനത്തെ ശ്വാസം വിടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ
നിലപാടുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരിപ്പോൾ വല്ലാത്ത രീതിയിൽ ആശങ്കയിലാണ്, വല്ലാത്ത രീതിയിൽ ഭയപ്പാടിലാണ്. ഇത് എവിടെ എത്തിക്കും എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ ഒരു ഐഡിയയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം.